പ്രിയ പ്രേക്ഷകർക്ക് ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം. മലയാള സിനിമയിലെ താരസംഘടന അമ്മ മുമ്പെങ്ങുമില്ലാത്ത വിധത്തിലുള്ള പ്രതിസന്ധിയിലൂടെ കടന്നുപോവുകയാണ്. പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മോഹൻലാൽ രാജിവെച്ചിരിക്കുന്നു. ഭരണസമിതി പിരിച്ചുവിട്ടിരിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ചാണ് ആദ്യം സംസാരിക്കുന്നത്. അജിൻസ്, ഇതൊരു എസ്കേപ്പിസമാണോ അതോ ഈ അമ്മ പറഞ്ഞതുപോലെ ഈ പത്രക്കുറിപ്പിൽ വന്നതുപോലെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടുള്ള രാജിയാണോ? അല്ലേ, ധാർമ്മിക ഉത്തരവാദിത്വം ഇതിലെവിടെയാണ് ഏറ്റെടുത്തിട്ടുള്ളത്? ഇപ്പോൾ അമ്മ എക്സിക്യൂട്ടീവിൽപ്പെട്ട ആളുകൾക്കെതിരെ തന്നെ ആരോപണം വരുന്നുണ്ട്. അമ്മ ഭാരവാഹികൾക്കെതിരെയാണ് നിലവിൽ ആരോപണമുള്ളത്. പരാതികൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഒരു സംഘടന എന്ന നിലയിൽ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? ആ കുറ്റാരോപിതരെ അവരെ പുറത്താക്കുക, അമ്മയ്ക്ക് ലഭിച്ചിട്ടുള്ള പരാതികളിൽ നടപടി സ്വീകരിക്കുക, അതല്ലാത്ത കാര്യങ്ങളിൽ ഈ പരാതിക്കാരെയും ഇരകളെയും പിന്തുണയ്ക്കുക. ഇതാണൊരു ധാർമ്മികത എന്ന് പറയുന്നത്. അതാണല്ലോ. ആ ധാർമ്മികത ഇവിടെ കാണിച്ചിട്ടില്ല. പകരം എന്താണ് ചെയ്തത്? ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ചിട്ടുള്ള അലയൊലികൾ പുറത്തു വരുമ്പോൾ അമ്മ പ്രസിഡന്റിന് സുഖമില്ലാതാവുന്നു. അദ്ദേഹം കുറച്ച് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. പിന്നെ അദ്ദേഹം ചെന്നൈയിൽ ചികിത്സയ്ക്ക് പോയി എന്നാണ് നമ്മൾ അറിയുന്നത്. ഇന്നേ വരെ അദ്ദേഹം ബ്ലോഗൊക്കെ എഴുതുന്ന ഒരാളാണല്ലോ. ഇപ്പോൾ കൊറോണയുടെ സമയത്തും അതിനു മുമ്പൊക്കെ ബ്ലോഗൊക്കെ എഴുതി ധാരാളം സമൂഹത്തെ ഉത്ബോധിപ്പിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു വരി എവിടെ എഴുതി കണ്ടില്ല. അദ്ദേഹം ആരോടൊന്നും സംസാരിച്ചിട്ടില്ല. ഇപ്പോൾ പോലും ഒരക്ഷരം വേണ്ടിയിട്ടില്ല. ഇത് അമ്മയുടെ ഒരു കളക്റ്റീവായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് പുറത്തു വന്നത്. അമ്മ പ്രസിഡന്റ് ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി അമ്മ പ്രസിഡന്റ് ഇന്ന് രാജിക്കാരും ചർച്ച ചെയ്തു എന്ന് പറഞ്ഞാൽ മറ്റൊരു മെഗാ താരമുണ്ട്. ആ മെഗാ താരം ഇതുവരെ തുറന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല. അപ്പോൾ ആരും ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ മിണ്ടുന്നത് ആരാണ്? ജയൻ ചേർത്തല എന്ന് പറയുന്ന ഒരു വൈസ് പ്രസിഡന്റാണ് വന്നിട്ട് പറയുന്നത് ഞങ്ങൾ ഇരകളോടൊപ്പമാണ് എന്ന് പറയുന്നത്. അതിനെ വെല്ലുവിളിച്ചുകൊണ്ട്, അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് മറ്റൊരു വൈസ് പ്രസിഡന്റായ ജഗദീഷ് കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇന്ന് അനൂപ് ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു അഭിനേതാവ് ഈ സംഭവങ്ങൾക്ക് ശേഷം മാധ്യമങ്ങളോട് പറയുന്നത് ജഗദീഷിൻ്റെ നിലപാടാണ് ഈ കുഴപ്പങ്ങൾക്ക് കാരണം എന്നാണ്. അപ്പോൾ അനൂപ് ചന്ദ്രൻ്റെ അത് വ്യക്തിപരമായ അഭിപ്രായം മാത്രമല്ല, ഒരു വിഭാഗത്തിൻ്റെ അഭിപ്രായമായിട്ടാണ് നമ്മളത് കാണേണ്ടത്. ജഗദീഷ് അങ്ങനെ നിലപാടെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ എക്സിക്യൂട്ടീവ് അങ്ങനെ തന്നെ രാജിവെക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ കുറ്റാരോപിതർ മാത്രം രാജിവെച്ചാൽ മതിയായിരുന്നു എന്നാണ്. അത് ആരെ രക്ഷപ്പെടുത്താനാണെന്ന് നമുക്കറിയില്ല. ഇവിടെ ഒരു എക്സിക്യൂട്ടീവ് ഭരണസമിതി അങ്ങനെ തന്നെ രാജിവെച്ചൊഴിയുന്നത് യഥാർത്ഥത്തിൽ എസ്കേപ്പിസം അല്ല, ഞങ്ങൾക്ക് ആ കുറ്റാരോപിതരെ തള്ളിപ്പറയാൻ കഴിയില്ല എന്ന പ്രസ്താവനയായിട്ടാണ് ഞാൻ അതിനെ വായിക്കുന്നത്. ആ കുറ്റാരോപിതരെ ഞങ്ങൾ തള്ളിപ്പറയില്ല, അവരെ പുറത്താക്കൊണ്ട് ഇതാ ഞങ്ങളും പോകുന്നു, ഞങ്ങളും രാജിവെക്കുന്നു, അല്ലെങ്കിൽ അവർ പുറത്തു പോകുന്നതോടൊപ്പം ഞങ്ങളും പുറത്തു പോകുന്നു എന്നാണ് പറയുന്നത്. അത് ഞങ്ങൾ ഈ കുറ്റാരോപിതരോടൊപ്പമാണ് എന്നാണ്. അത് അല്ലാതെ പിന്നെ എങ്ങനെ മനസ്സിലാക്കുക രേഷ്മ? എനിക്ക് മനസ്സിലാവുന്നില്ല. അത് കുറ്റാരോപിതരെ മാറ്റി നിർത്തി അന്വേഷണം നേടുക എന്നുള്ളതാണ് സാമാന്യമായ ധാർമ്മികത. സാമാന്യ ധാർമ്മികത അതാണെങ്കിൽ അവർ പുറത്തു പോകുന്നില്ല, എന്നാൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങ് രാജിവെച്ചേക്കാം, പ്രസിഡന്റ് ഉൾപ്പെടെ രാജിവെച്ചേക്കാം എന്ന് തീരുമാനിക്കുന്ന യഥാർത്ഥത്തിൽ ഞങ്ങൾ കുറ്റാരോപിതരോടൊപ്പമാണ്. മുമ്പ് ദിലീപിൻ്റെ വിഷയത്തിൽ അമ്മ എടുത്ത നിലപാട് നമുക്ക് ഓർമ്മയുണ്ട്. അതേ വിഷയത്തിൽ ഇങ്ങനെ തന്നെയായിരുന്നു. രണ്ടും ഞങ്ങളുടെ മക്കളാണ്, ഞങ്ങൾ കുറ്റാരോപിതനോടൊപ്പമാണ്, ഇരയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതായിരുന്നു ഇപ്പോൾ സംഭവിച്ചത്. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ ഇരകൾക്കൊപ്പമാണെന്ന് ഇന്ന് ജയൻ ചേർത്തല വന്ന് പറയുന്നു വീണ്ടും. പക്ഷേ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? കുറ്റാരോപിതരോടൊപ്പം ഞങ്ങളും പുറത്തു പോകുന്നു, പുതിയ ഭരണസമിതി വരുമെന്ന് പറയുന്നു. ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇനിയൊരു അമ്മയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇനി അമ്മ മാറാൻ പോവുകയാണെന്ന് ചിലരൊക്കെ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇതുവരെ ഉണ്ടായിരുന്ന പോലെയല്ല, പുതിയ ആളുകൾ വന്ന് പുതിയ അമ്മ ഉണ്ടാവും. അതിൻ്റെ ഒരു പ്രശ്നം ഇത് വ്യക്തികളുടെ കുഴപ്പമല്ല. ഇപ്പോൾ ജഗദീഷ് ഒരു വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചു, വൈസ് പ്രസിഡന്റ്, അമ്മ വൈസ് പ്രസിഡന്റ് അതിൽ വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചു. ഇനി നാളെ ജഗദീഷ് പ്രസിഡന്റ് ആവാണെന്നിരിക്കട്ടെ. ഈ ജഗദീഷ് പ്രസിഡന്റ് ആവുമ്പോൾ ജഗദീഷിൻ്റെ ഒരു തീരുമാനമായിരിക്കും ഇവിടെ നടപ്പാവുക. അത് ആ ഒരു അമ്മയുടെ അംഗങ്ങൾ, അമ്മയുടെ എക്സിക്യൂട്ടീവ് ബോഡി, അമ്മയെ നിയന്ത്രിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന അദൃശ്യമായ പവർ ഗ്രൂപ്പ്, ആ പവർ ഗ്രൂപ്പ് പുറത്തു പോകുന്നില്ലല്ലോ, അവരായി തന്നെ ഉണ്ടല്ലോ. അപ്പോൾ അമ്മയുടെ ഘടനയാണോ പ്രശ്നം? അമ്മ എന്ന് പറയുന്ന ആ സംഘടനയല്ല സിനിമ എന്ന് പറഞ്ഞാൽ അതിൽ വേറെയും തൊഴിലാളി സംഘടനകളുണ്ട്, ഫെഫ്കെ ഉണ്ട്, മറ്റു ചില സംഘടനകളുണ്ട്. അപ്പോൾ അമ്മ താരങ്ങളുടെ സംഘടനയാണെന്നിരിക്കെ അമ്മയിൽ പുതിയ ആളുകൾ, യുവരക്തങ്ങൾ കടന്നു വരുന്നു, അല്ലെങ്കിൽ യുവാക്കളായ ആളുകൾ കടന്നു വരുന്നു എന്ന് പറയുന്നതുകൊണ്ട് ഇതിൽ മാറ്റം ഉണ്ടാകുന്നുണ്ടോ? അപ്പോൾ പ്രശ്നം ഈ അദൃശ്യമായി പവർ ഗ്രൂപ്പ് ഏതാണെന്ന് തിരിച്ചറിയുകയും അവരെ എക്സ്പോസ് ചെയ്യപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഈ കോലാഹലങ്ങളുടെ മുഴുവൻ കാരണം, ഇപ്പോൾ ഞാൻ ഈ കാര്യം പലപ്പോഴും ആവർത്തിച്ച് പറയുമ്പോൾ പറയും, ഇതെല്ലാം സർക്കാരിലേക്ക് എന്തിനാണ് വിരൽ ചൂണ്ടെന്ന് പറയും. ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യഥാർത്ഥത്തിൽ ഒരുതരം അരാജകത്വമാണ്. ഇത് സിനിമയുമായി ബന്ധപ്പെട്ട കാര്യമല്ല, ഇത് കുറ്റകൃത്യങ്ങളും സമൂഹവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നു, അതിൽ 4.5 വർഷത്തെ ഒരു കാലതാമസം ഉണ്ടായി. ആ കാലതാമസത്തെ തുടർന്ന് പിന്നീട് അത് വിവരാവകാശ പ്രകാരം കുറച്ച് ഭാഗങ്ങൾ പുറത്തു വരുന്നു, അത് കോടതി നടപടികളിലേക്ക് പോകുന്നു, കോടതി അതിന് മുഴുവൻ ഭാഗവും തരണമെന്ന് പറയുന്നു. സെപ്റ്റംബർ 10 കേസ് വീണ്ടും പരിഗണിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് സർക്കാർ ആലോചിക്കണം എന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയ ഒരു സാഹചര്യത്തിലാണ് ഈ വിവരങ്ങൾ പുറത്തു വരുന്നത്, പുതിയ ആരോപണങ്ങൾ വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു സർക്കാരുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാറുള്ളത്. ഇപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്താണ്? കുറേ അധികം ആളുകൾ വന്നിങ്ങനെ ആരോപണം ഉന്നയിക്കുന്നു. അപ്പോൾ ആരോപണ വിധേയർ പറയുന്നു അങ്ങനെയല്ല, അത്
തെറ്റായ ആരോപണമാണ്, വ്യാജാരോപണമാണ്, അവർക്ക് ചാൻസ് കൊടുക്കാത്തതുകൊണ്ടാണ്, എന്നോട് പണം ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ ഇന്ന് മുകേഷ് പുറത്തിറക്കിയൊരു വാർത്താക്കുറിപ്പുണ്ട്. മുകേഷിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് ഈ മിനു മുനീർ എന്ന് പറയുന്നൊരു നടി. അപ്പോൾ അദ്ദേഹം അതിൽ വിശദമായിട്ട് പറയുന്നത് 2009 എൻ്റെ അടുത്ത് ചാൻസ് ചോദിച്ച് എന്നോട് ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ മാന്യമായിട്ടാണ് അവരോട് പെരുമാറിയത്. പിന്നീട് അവരെനിക്ക് അയച്ച സന്ദേശത്തിൽ എൻ്റെ മാന്യമായ പെരുമാറ്റത്തെ അവർ റെഫർ ചെയ്തിരുന്നു. അന്നൊന്നും ഇല്ലാത്തൊരു പരാതിയാണ്. 2022 അവരെന്നോട് പണം ആവശ്യപ്പെട്ടു, സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടു. അപ്പോൾ എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അവരുടെ ഭർത്താവ് എന്നെ ബന്ധപ്പെട്ടു. ഭർത്താവ് എന്നോട് വലിയ തുകയാണ് ചോദിച്ചത്. അതൊരു ബ്ലാക്ക് മെയിലിംഗ് ആയിരുന്നു. ഒരു പ്രത്യേക സമുദായത്തിൽ പെട്ട ആളുകളോട് ചർച്ച ചെയ്യേണ്ടി വരും, പറയേണ്ടി വരും എന്ന് ഈ നടി എന്നോട് പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹം അത് എവിടേക്കാണ് കൊണ്ടുപോകുന്നു? ഒരു 2009 മുതൽ അറിയാവുന്ന ഒരാൾ മുകേഷിനെതിരെ മാത്രമല്ല മറ്റു പലർക്കെതിരെ അവർ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ ഇവരെ മാത്രം ഇവരെ പറയാണ് എന്താണ് ഇവരുടെ എന്തോ സമുദായവുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് കൊളുത്തുവാണ്. അതായത് രക്ഷപ്പെടാൻ വേണ്ടി എന്തെല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ ബ്ലാക്ക് മെയിലിംഗ് അതൊരു ലോജിക്കലായ കാര്യമാണ്. അങ്ങനെ ബ്ലാക്ക് മെയിലിങ്ങിന് അവർ പണം ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അദ്ദേഹം തെളിവ് സ്വയം കൊടുത്തു കഴിഞ്ഞാൽ അത് അന്വേഷിക്കേണ്ടതാണ്. അത് വേറൊരു പരാതിയാണ്. അപ്പോൾ ഈ ബ്ലാക്ക് മെയിലിംഗ് ശ്രമമുണ്ടായിട്ട് അന്ന് MLA ആയിരുന്ന മുകേഷ് ഒരു പരാതി കൊടുത്തോ? ഒരു MLA ആണല്ലോ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഒരു MLA ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ മുകേഷ് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടോ? അത് ചെയ്യേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് അദ്ദേഹം ചെയ്യാതിരുന്നത്? ഇത്തരം ക്വസ്റ്റ്യൻ വേറെയുണ്ട്. എന്ന് മാത്രമല്ല, ഇത് എന്താണ് ഈ ഒരു പ്രത്യേക സമുദായം എന്ന് പറയുമ്പോൾ അതിലുണ്ടാകുന്നൊരു ദുസ്സൂചന ഉണ്ടല്ലോ. അത് എവിടെയൊക്കെ കൊണ്ടുപോയി കിട്ടുന്നു? ഒരു CPM ചിഹ്നത്തിൽ, പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് ഒരു MLA ആണ് ഇത് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ അധികം പ്രശ്നമുണ്ട്. ഇതിൻ്റെയൊക്കെ കാരണമാണ് ഞാൻ പറയുന്നത്. ഈ എന്താ പറയുക, ഒരുതരം അനാർക്കിസം എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ആരൊക്കെയോ വന്ന് എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. ആ പരാതികളൊക്കെ ഇങ്ങനെ എയറിൽ നിൽക്കുകയാണ്. പരാതി കൊടുത്താൽ കേസെടുക്കാമെന്ന് പോലീസ് പറയുന്നു. നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് ഇനിയും കൂടുതൽ ആരോപണങ്ങളുണ്ടാവും. ചിലർ മുഖം വെളിപ്പെടുത്താതെ തന്നെ ചിലർ പരാതി ഉന്നയിക്കുന്നു. ഇങ്ങനെ ഇത് മൊത്തം ആളുകൾ മുഴുവൻ ഇങ്ങനെ അജിറ്റേറ്റഡ് ആവുന്നു. സകല സിനിമാക്കാരെയും സാമൂഹ്യ മാധ്യമങ്ങളിൽ തെറി വിളിക്കുന്നു. മരക്കം എങ്ങനെയാണെന്ന് പറയുന്നു. നമ്മൾ ഈ കമൻറ്റ് ബോക്സിൽ പോയി നോക്കിയാൽ മതി. സകല സിനിമാക്കാരും ഇങ്ങനെയാണ്. സിനിമ മൊത്തം പ്രശ്നമാണ്. പണ്ടേ ഞങ്ങൾ പറഞ്ഞതാണ് സിനിമ കാണരുതെന്ന്. അതിൻ്റെ അടുത്ത് കുറേ മോറലിസ്റ്റുകൾ അങ്ങനെ ഉണ്ടല്ലോ. സിനിമയെ ശരിയല്ല, സിനിമ തന്നെ മോശമാണെന്ന് പറഞ്ഞിട്ട് കുറേ പേരെ തെറി വിളിക്കുന്നു. നടന്മാരെ നടിമാരെ മുഴുവൻ ചീത്ത വിളിക്കുന്നു. ഇതൊരു തരം ഒരു അനാർക്കിസം രൂപത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് കാരണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോൾ സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കാത്തതുകൊണ്ടാണ്. വൈകി, ഓക്കെ. അത് കഴിഞ്ഞാൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം കോടതിയിൽ ഈ കാര്യം വരുമ്പോഴെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുമ്പോൾ സർക്കാർ കഴിഞ്ഞ ദിവസമാണ് എന്ത് ചെയ്യുന്നത്? ഒരു അന്വേഷണ സംഘം രൂപീകരിച്ചു. അന്വേഷണ സംഘത്തിൻ്റെ പണി എന്താണ്? ആരെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഞങ്ങൾ കേസെടുക്കാം, ഒന്ന്. രണ്ടാമത്തെ കാര്യം, ആരെങ്കിലും ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തൊടുന്നില്ല, അതിനുശേഷം വന്ന വെളിപ്പെടുത്തലുകളിൽ ആരെങ്കിലും എന്തെങ്കിലും വെളിപ്പെടുത്തൽ അവർ ഫോൺ വിളിച്ച് നിങ്ങൾക്ക് പരാതി ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഇതാണ് ആകെ അന്വേഷണ സംഘം ചെയ്യുന്നത്. പ്രത്യേക അന്വേഷണ സംഘമാണ്, അവരുടെ പണിയാണത്. അപ്പോൾ ഇതിൽ സർക്കാരിൻ്റെ ഒരു നിലപാട് വളരെ 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 പ്രാധാന്യമുള്ളതാണ്. സർക്കാർ എത്രമാത്രം ഇതിൽ അലംഭാവം കാണിക്കുന്നു അത്രമാത്രം ഈ എന്താണ് പറയുക, ഈ രംഗം കൂടുതൽ മലീമസമായി കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അത് ഒരു കലാരൂപം എന്ന നിലയിൽ സിനിമയെ വളരെ ദോഷകരമായി ബാധിക്കും. ഇപ്പോൾ തന്നെ ഇറങ്ങുന്ന സിനിമ, ഇപ്പോൾ തിയേറ്ററിലുള്ള സിനിമകളിൽ എത്ര തിരക്കുണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്കുക. അത് സിനിമയോട് തന്നെയുള്ള ഒരു വിരക്തിയായിട്ട് ആൾക്ക് മാറും. ഈ രംഗം തന്നെ ഇങ്ങനെ മോശമാണ് എന്നൊരു തോന്നലുണ്ടാവുന്ന ആ ഇൻഡസ്ട്രി തന്നെയാണ് ബാധിക്കുക. യഥാർത്ഥത്തിൽ ഇവിടെ സർക്കാർ വളരെ ക്രൂഷ്യലായി ഇടപെടേണ്ട ഒരു നിർണായക സന്ദർഭമാണിത്. കാരണം ഇങ്ങനെ ഒരു എന്താണ് പറയുക, ഒരു അലമ്പായിട്ടുള്ളൊരു സീൻ. അതിപ്പോൾ അമ്മയിലെ പ്രശ്നം, അമ്മയിലെ രാജി മാത്രമല്ല പ്രശ്നം, അമ്മയിലെ രാജിയിലേക്ക് പോലും അത് നയിക്കുന്നത് എന്താണ്, ഇത്തരം ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണ്. അതിൽ സർക്കാർ ഇടപെട്ട് ഇത് ആ ഇൻഡസ്ട്രിയെ രക്ഷിക്കാനെങ്കിലും അടിയന്തരമായി ഇടപെട്ട് ഇതിൽ കേസെടുക്കുക. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉന്നയിക്കപ്പെട്ട ആളുകൾ ആരാണെന്ന് കണ്ടെത്തി അവരിൽ നിന്ന് പരാതി എഴുതി വാങ്ങി അതിൽ നടപടികൾ സ്വീകരിക്കുക, എന്നിട്ട് അത് കോടതിയെ ബോധിപ്പിക്കുക എന്നുള്ളതാണ് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള മാർഗം. സാർ, ഇന്നിപ്പോൾ ചൊവ്വാഴ്ച അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാലിൻ്റെ വാർത്താ സമ്മേളനം ഉണ്ടെന്നായിരുന്നു കഴിഞ്ഞ ദിവസം നമുക്കറിയാൻ കഴിഞ്ഞിരുന്നത്. അപ്പോൾ ഒരു പക്ഷേ ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയിരുന്നെങ്കിൽ ആ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ട സമയത്ത് ഇന്നിപ്പോൾ പ്രസിഡന്റിൻ്റെ രാജിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ തങ്ങളുടെ ഇൻഡസ്ട്രിയിൽ, തൊഴിൽ മേഖലയിൽ ജോലിയെടുക്കുന്ന സ്ത്രീകൾ തന്നെ തങ്ങൾ ലൈംഗികമായി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിക്രമങ്ങൾ ഉണ്ടായി എന്ന് വിളിച്ചു പറയുമ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യാൻ കഴിയാതെ ഒളിച്ചോടുകയാണോ ഈ പ്രസിഡന്റ് എന്നൊരു ചോദ്യം സമൂഹ മാധ്യമങ്ങളിൽ വളരെ ശക്തമായി തന്നെ വരുന്നുണ്ട്. അതിൽ നിന്ന് മമ്മൂട്ടിക്ക് ഒരു പ്രിവിലേജുമില്ല, ഒളിച്ചോടാനും കഴിയില്ല. കാരണം മലയാള സിനിമ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന രണ്ട് ബിംബങ്ങൾ മമ്മൂട്ടി, മോഹൻലാലാണ്. അപ്പോൾ ഈ രണ്ട് പേരും ഇതുവരെ ഇതിനെക്കുറിച്ചൊരു അക്ഷരം മിണ്ടിയിട്ടില്ല. ഇല്ല, അതിന് ഇപ്പോൾ രേഷ്മാണല്ലോ പത്രസമ്മേളനം വേണമെന്നില്ല, ഒരു അവരുടെ ഈ പത്രക്കുറിപ്പെങ്കിലും ഇറക്കിയാൽ മതിയായിരുന്നു. ഇപ്പോൾ അജിം സോന ഒരു ബ്ലോഗ് എഴുതിയാലും മതിയായിരുന്നു. അതൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ആകെ സംഭവിച്ചിരിക്കുന്നത് ഒരർത്ഥത്തിൽ അമ്മ പിരിച്ചു വിട്ടു എന്ന് പറയാവുന്ന, സാങ്കേതികമായി പിരിച്ചു വിട്ടിട്ടില്ല,
അമ്മയുടെ ജനറൽ സെക്രട്ടറി കഴിഞ്ഞ ദിവസം രാജിവെക്കുന്നു, പ്രസിഡന്റ് ഇന്ന് രാജിവെച്ചിരിക്കുന്നു, അതിൻ്റെ എക്സിക്യൂട്ടീവ് രാജിവെച്ചിരിക്കുന്നു. എക്സിക്യൂട്ടീവ് രാജിവെച്ചു പറഞ്ഞാൽ ഫലത്തിൽ ആ സംഘടന പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ രാജിവെച്ചത് സമ്മർദ്ദത്തിൽ നിന്നുണ്ടല്ലോ, ഒരു ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കുന്നു. ആ നിലയിൽ അതിനെ കാണാൻ പറ്റില്ല. കാരണം ഒന്നാമത്തെ ഒരു വിഷയം, അമ്മ എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ്. അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഈ സംഘടനകളൊക്കെ രൂപീകരിക്കുന്നതിൻ്റെ അതിൻ്റെ ഒരു സാങ്കേതികമായി അതിനെ പറയുക അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് എന്നാണ്. അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ആയിട്ടാണ് ഇത് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനൊരു സംഘടന എന്താണ്, ഇതിനകത്തുള്ള ആളുകളുടെ ഒരു പ്ലാറ്റ്ഫോം ഓഫ് സോളിഡാരിറ്റി ആണല്ലോ, അവരുടെ ഒരു കൂട്ടായ്മയാണല്ലോ. ഇപ്പോൾ ഉണ്ടായ പ്രശ്നം എന്താ, ഈ കൂട്ടായ്മയിൽ പെട്ടിട്ടുള്ള കുറേ അധികം ആളുകൾ അവർ വിവേചനത്തിന് വിധേയരായി അല്ലെങ്കിൽ നിരന്തരമായി വിവേചനത്തിന് വിധേയരാകുന്നു എന്നുള്ള കാര്യം ഒരു ഔദ്യോഗിക സംഘത്തിന് മുമ്പാകെ അവർ പറഞ്ഞ വിവരത്തിലെ ചില ഭാഗങ്ങൾ 4 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ 4.5 വർഷത്തിന് ശേഷം പുറത്തു വരുന്നു. അപ്പോൾ അതാണല്ലോ ഉണ്ടായ സംഭവം. അപ്പോൾ ഇങ്ങനെ നമ്മൾ അതിനെ ഒന്ന് ട്രേസ് ബാക്ക് ചെയ്യുക. ഇങ്ങനെ ഇവർ നിരന്തരമായി വിവേചനത്തിന് വിധേയരാകുന്നു. ആര്? ഈ അസോസിയേഷൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ. അങ്ങനെ വിധേയരാകുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം ഐഡൻറ്റിഫൈ ചെയ്യാൻ, ആ ഒരു പ്രശ്നം ലൊക്കേറ്റ് ചെയ്യാൻ, എന്നിട്ട് ആ പ്രശ്നം പരിഹരിക്കുവാൻ പ്രാഥമികമായ ബാധ്യത ആർക്കായിരുന്നു? ഈ അസോസിയേഷൻ അല്ലേ, അമ്മയ്ക്കല്ലേ? തീർച്ചയായിട്ടും. അതവർ ചെയ്തില്ല. അവരത് ആ വിഷയം അഡ്രസ്സ് ചെയ്തില്ല. അഡ്രസ്സ് ചെയ്യാത്തത് കൊണ്ടാണ് ഈ ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി ഉണ്ടാകേണ്ടി വന്നത് അല്ലേ. അതിൽ നിന്ന് ചില ആളുകൾ ഇറങ്ങുന്നു, WCC രൂപീകരിക്കുന്നു, അവർ സർക്കാരിനെ കാണുന്നു, പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നു. അപ്പോൾ ആ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു കമ്മിറ്റിയെ സർക്കാർ നിശ്ചയിക്കുന്നു. 1.25 കോടി രൂപ ചെലവഴിച്ച് അവരൊരു പഠനം നടത്തുന്നു. ഓക്കെ, അങ്ങനെ ഒരു പഠനം അവർ നടത്തി. 2019 ആ റിപ്പോർട്ട് സമർപ്പിച്ചത്. അപ്പോഴും വേണമെങ്കിൽ അമ്മയ്ക്ക് ആക്ട് ചെയ്യാലോ. നമ്മളുടെ കൂട്ടത്തിൽ കുറേ അധികം സഹപ്രവർത്തകർ അവരുടെ പ്രശ്നങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ്, നമുക്കതൊന്ന് അഡ്രസ്സ് ചെയ്യണ്ടേ എന്ന് അമ്മയ്ക്ക് ആലോചിക്കാമല്ലോ. അമ്മ അത് ആലോചിച്ചില്ല. ഈ 2019 അത് കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അമ്മ അത് ആലോചിക്കേണ്ടതാണ്, ആലോചിച്ചില്ല. കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചു 2019, ഇപ്പോൾ 4.5 വർഷമായി. ഇത് ഈ കോടതി വഴി ഇത് കുറച്ച് ഭാഗങ്ങൾ പുറത്തായല്ലോ. അതിന് മുമ്പ് അമ്മയ്ക്ക് ആലോചിക്കാമായിരുന്നല്ലോ. നമ്മുടെ സഹപ്രവർത്തകരാണല്ലോ, അവർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടല്ലോ, അതേക്കുറിച്ച് നമ്മളൊന്ന് നോക്കണ്ടേ? ഏതെങ്കിലും അമ്മയുടെ എക്സിക്യൂട്ടീവിൽ അതേക്കുറിച്ച് ചർച്ച വന്നോ? ഏതെങ്കിലും അമ്മയുടെ ജനറൽ ബോഡിയിൽ അതിനെക്കുറിച്ച് ചർച്ച വന്നോ? അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഒടുവിൽ ഗത്യന്തരമില്ലാതെ കോടതിയുടെ കർശനമായ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് ഇതിൽ ചില ഭാഗങ്ങൾ പുറത്തു വരിക. എന്നിട്ട് അമ്മ വല്ലതും പറഞ്ഞു? അമ്മ ഒന്നും പറഞ്ഞില്ല. അമ്മ ആകെ ചെയ്തത് എന്താ? രാജിവെക്കുക. ജനറൽ സെക്രട്ടറി രാജിവെക്കുന്നത് ഈ ഒരു കോണ്ടക്സ്റ്റിൽ പോലുമല്ല. ജനറൽ സെക്രട്ടറി ഇതേക്കുറിച്ച് വിശദീകരിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ വിശദീകരിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇങ്ങേരുടെ ആക്രമണത്തിന് വിധേയരായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ഒരർത്ഥത്തിൽ കലിപ്പ് കയറുകയാണ് ചെയ്തത്. ഈ മനുഷ്യനാണ് ഇവിടെ വന്നിട്ട് ധാർമ്മികതയും മറ്റേ അതും ഇതൊക്കെ പറയുന്നത് കൊണ്ട് അന്ന് ഇയാളുടെ ആക്രമണത്തിന് വിധേയരായിട്ടുള്ള ആളുകൾ രംഗത്ത് വന്നു. പുള്ളി രാജിവെച്ചു പോകും. എന്നിട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളെന്താണ് ഒരു അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒരു ക്രൈസിസ് വരുമ്പോൾ ആ ക്രൈസിസ് ആ പ്രശ്നം പരിഹരിക്കാനല്ലേ ഏത് സംഘടനയെ ശ്രമിക്കേണ്ടത്? അപ്പോൾ പ്രശ്നം വരുമ്പം ഞങ്ങളില്ലേ എന്ന് പറഞ്ഞാൽ എല്ലാവരും രാജിവെച്ച് പോകാമെന്ന് പറഞ്ഞാൽ പിന്നെ ഈ സംഘടനയ്ക്ക് എന്തർത്ഥമുള്ളത്? ഈ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് എന്ന് പറയുന്നതിന് എന്തർത്ഥമുള്ളത്? അമ്മ എന്ന് പറയുന്നത് എന്തർത്ഥമുള്ളത്? ഇത് ആർക്കും പറ്റുന്നതല്ലേ? ഒരു പ്രശ്നം വരെ ഞാനില്ലേ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ ഓരോ വഴിക്ക് പോകാം. അപ്പോൾ എന്തുകൊണ്ട് അത് സംഭവിക്കുന്നു? ഇവരെന്തുകൊണ്ട് ഇതേക്കുറിച്ച് വളരെ ആത്മവിശ്വാസത്തോടു കൂടി സംസാരിക്കുന്നില്ല? ആത്മവിശ്വാസത്തോടുകൂടി സംസാരിക്കാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പുറത്തു വരാത്ത ഭാഗങ്ങൾ എന്താണ് എന്നറിയേണ്ടി വരും. തീർച്ചയായിട്ടും. മനസ്സിലായില്ലേ? ഇതുവരെയും പുറത്തു വരാത്ത പേജുകളുണ്ട്. ആ പേജിൽ എന്തൊക്കെയാണ് ഉള്ളത്? ഞാൻ മനസ്സിലാക്കുന്നു പുറത്തു വന്നതിനേക്കാൾ ഗുരുതരമായ കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഉറപ്പല്ലേ? ഉറപ്പായിട്ടുമുണ്ട്. സർക്കാർ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമുള്ളൊരു സംവിധാനമാണ്. അവർ അത് കക്ഷത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിയമം നടപ്പിലാക്കുവാൻ ബാധ്യസ്ഥമായിട്ടുള്ള ഒരു സർക്കാർ അതിൽ നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത്. അല്ല അമ്മ അത് ചെയ്തില്ല, അമ്മ ഇത് ചെയ്തില്ല നമ്മൾ പറയുന്നതിൽ നിയമപരമായ സാങ്കേതികമായ അർത്ഥമില്ല. അവർക്കത് നമുക്ക് രാഷ്ട്രീയമായ ചോദ്യം, നൈതികമായ ചോദ്യം, ധാർമ്മികമായ ചോദ്യം ചോദിക്കാം. പക്ഷേ ഭരണഘടനാപരമായ ചോദ്യം, നിയമപരമായ ചോദ്യം, അതിന് ഉത്തരം പറയേണ്ടത് ആരാണ്? സർക്കാരാണ്. അത് സർക്കാർ ചെയ്യാത്തിടത്തോളം
ഇതിങ്ങനെ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കും. ഓരോ ദിവസം ഓരോരുത്തർ ഒന്ന് പത്രസമ്മേളനം വിളിച്ച് ഓരോന്നോരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. നേരത്തെ അജിംസ് പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ അരാജകമായ അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പുറത്തു വന്നതും വരാത്തതുമായ ഭാഗങ്ങൾ അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത്, അതിൽ എന്താണ് അവരുടെ റെക്കമെൻഡേഷൻസ്, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, ഇതൊരോന്നോരോന്നോരോന്നായി സർക്കാർ അത് കൃത്യപ്പെടുത്തുകയും അതിൽ നമുക്ക് എന്ത് ആക്ഷൻ എടുക്കാൻ പറ്റും എന്നതിനെക്കുറിച്ച് ആലോചിക്കുകയും ആ ആക്ഷനിലേക്ക് പോവുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ അമ്മ എന്ന് പറയുന്ന സേവനം ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇങ്ങനൊരു സംവിധാനമില്ല. ഇപ്പോൾ മലയാളികൾ എല്ലാ മേഖലകളിലും ഒരു സംഘടിത ബോധം കാത്തു സൂക്ഷിക്കുന്ന ആളാണ്. 30 വർഷം മുമ്പ് നമുക്ക് ഇങ്ങനൊരു സംഘടന ഉണ്ടാകുന്നു. അത് അവർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് പ്രായാധിക്യത്താലൊക്കെ മാറി നിൽക്കേണ്ടി വരുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന സംഗതികൾ, ഒരുപാട് സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ അവരെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അമ്മ ഒരു കാര്യവും ചെയ്യാത്ത സംഘമാണെന്ന് നമ്മൾ കാണേണ്ടതില്ല. അങ്ങനെ ഒരു അസോസിയേഷൻ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം വളരെ ചെറിയ വേതനത്തിൽ ജോലി ചെയ്യുന്ന ആർട്ടിസ്റ്റുകളും കോടികൾ മേടിച്ച് ജോലി ചെയ്യുന്ന ആർട്ടിസ്റ്റുകളും എല്ലാവരും ഒരു പ്ലാറ്റ്ഫോമിൽ ഒന്നിച്ചു ചേരുന്നു. മെമ്പർഷിപ്പിന് പൈസ കൊടുക്കണം. അപ്പോൾ അത് ഒരു അസോസിയേഷൻ ഉണ്ടാവുക എന്നുള്ളത്, അസോസിയേഷൻ ശക്തമായി നിലനിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്. പക്ഷേ ആ അസോസിയേഷൻ്റെ ധർമ്മം എന്താണ്? ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒളിച്ചോടുക എന്നുള്ളതല്ല. ആ പ്രശ്നത്തെ മുഖാമുഖം നിന്ന് അഭിമുഖീകരിക്കുകയും അതിനെ മറികടക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ അതിന് സാധ്യമല്ല. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ പരാജയപ്പെട്ടു പോവുകയാണ്. അങ്ങനെ പരാജയപ്പെട്ടു പോകുന്ന ആളുകൾക്ക് ഇതിനെ നയിക്കാൻ അർഹതയില്ല. ഈ അസോസിയേഷൻ്റെ മെമ്പർഷിപ്പിന് പൈസ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴാണ്, അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അംഗത്വം വരാമെന്ന് ഒരു സംഘടനയ്ക്കെതിരെ ഞാൻ ഇന്നുവരെ കേട്ടിട്ടില്ല അങ്ങനെ ഒരു ആരോപണം. ഒരു സംഘടനയിൽ അംഗത്വം വേണമെങ്കിൽ നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണോ എന്ന് അതിന്റെ ഭാരവാഹി ഷമീ തിലകൻ മാധ്യമം ഉന്നയിക്കുന്ന കാര്യമാണ്. അമ്മയുടെ ഘടന തന്നെ ജാതിയിൽ അധിഷ്ഠിതമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതും പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടത്. ജാതി മാത്രമാണോ ഈ ഇങ്ങനെ ജെൻഡർ സെൻസിറ്റീവ് അല്ലാത്ത ഒരു ഘടന, ജാതീയമായ ഘടന, അതുപോലെ എലീറ്റ് ക്ലാസ്സിന് മാത്രം അംഗത്വമുള്ള ഒരു എലീറ്റ് ക്ലബ് അങ്ങനെയാണല്ലോ. 2.5 ലക്ഷം മറ്റുമാണ് അതിൻ്റെ അംഗത്വ ഫീസ്. അത് കൊടുക്കാനില്ലാത്തവർക്ക് ഇവരെന്ത് ചെയ്യും? ഈ ദുർബലരെ സഹായിക്കാനുള്ളൊരു ചാരിറ്റി പ്രവർത്തനം നടത്തുമ്പോൾ ഈ 2.5 ലക്ഷം കൊടുത്ത് അംഗത്വം ഇല്ലാത്തവരെ സഹായിക്കുമോ? അറിയില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ഈ ആണധികാരത്തിന്റെ ഒരു വ്യവസ്ഥയിലാണ് ആ സംഘടന നിലനിൽക്കുന്നത് എന്ന്. 94 രൂപീകൃതമായ സംഘടനയാണ് അമ്മ. അപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വരുമ്പോഴല്ലാതെ, ഇപ്പോൾ ഈ സ്ത്രീകൾ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴല്ലാതെ തങ്ങളുടെ സഹപ്രവർത്തകർ ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്നു എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയാത്തൊരു സംഘടനയാണോ ഇതെന്നുള്ളൊരു ചോദ്യം അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ധാർമ്മിക ഉത്തരവാദിത്വം എന്നുള്ള വാക്കിൽ സംശയമുണ്ട്.